പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബലിയർപ്പണ സമയം പുരോഹിതൻ കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്ന് നമ്മളോട് പറയാറുണ്ട്, സമാധാനം നിങ്ങളോട് കൂടെ. നമ്മൾ മറുപടി പറയുന്നു, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അതായത് കർത്താവിനോടും കർത്താവിൻ്റെ ആത്മാവിനോടും കൂടെ. ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ വസിക്കുന്നുവോ അവരിൽ സമാധാനമുണ്ടാകും. ഈ വാക്ക് കേട്ടിട്ട് പോകുന്ന എല്ലാവരിലും ആ സമാധാനം ഉണ്ടാകണം എന്നില്ല. സങ്കീർത്തനത്തിലൂടെ കർത്താവ് അറിയിച്ചു, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളതാണ്. ഈ സമാധാനം വാങ്ങിക്കൊണ്ടു പോകുന്ന മനുഷ്യർ സമ്പന്നരോ സൗന്ദര്യമുള്ളവരോ ആരോഗ്യദൃഢഗാത്രന്മാരോ കഴിവുള്ളവരോ അതീവ ബുദ്ധിശാലികളോ ഒന്നും ആകണമെന്നില്ല. എന്നാൽ അവർക്ക് ഭയമോ ദുഃഖമോ ഭാരമോ ഒന്നുമില്ല. ഇല്ലായ്മയിലും വല്ലായ്മയിലും അവർ സന്തോഷിക്കുന്നു. കാര്യം ഉന്നതത്തിൽ നിന്നുള്ള ഏക വാഗ്ദാനം, പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കയാൽ ആത്മാവിൻ്റെ സമാധാനം ഭൂമിയിലായിരിക്കെ അവരിൽ കാണപ്പെടും. ഈ കാലയളവിൽ അനേകം പേർ അസ്വസ്ഥരും സമാധാനമില്ലാത്തവരും ആണ് എന്ന് നമുക്കറിയാം. എന്താണെന്ന് തിരുവചനം തന്നെ അറിയിക്കുന്നു. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അജഗണമായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ കാണിക്കുന്ന വിമുഖതയാണ് ഈ സമാധാനമില്ലായ്മയ്ക്കും പ്രത്യാശയില്ലായ്മയ്ക്കും സ്വസ്ഥതയില്ലായ്മയ്ക്കും ആരോഗ്യപരമല്ലാത്ത ജീവിതത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും എല്ലാം കാരണം. ഞങ്ങൾ നവീകരണത്തിലേക്ക് വരുന്ന ആദ്യകാലങ്ങളിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായ വരുമാനമുള്ള സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ കൃഷിക്കാരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരും കളങ്കമില്ലാത്ത ജീവിതം നയിക്കുന്നവരും വിശ്വസ്തരും എളിമയുള്ളവരും ആയിരുന്നു. കൃഷിക്കാരായിരുന്ന അവർ ആടിനെ വളർത്തിയും പറമ്പിൽ കൃഷി ചെയ്തും കന്നുകാലിയെ വളർത്തിയും ഒക്കെ ജീവിച്ചിരുന്ന പഴയ കാലത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. എന്നാൽ അവരിൽ പലരും പല വിദേശ രാജ്യങ്ങളിലും ധ്യാനഗുരുക്കന്മാരോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായി കടന്നു പോയിട്ടുണ്ട്. നാമമാത്രമായ വിദ്യാഭ്യാസമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലും വരദാനവും അവരിലുണ്ടായി. അവരിലൂടെ അനേകം പേർ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും മാനസാന്തരപ്പെടുകയും വിടുതൽ വാങ്ങുകയും അഭിഷേകത്തിൻ്റെ ശക്തി സ്വീകരിക്കുകയും ശുശ്രൂഷകരാകുകയും ചെയ്തു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് അനേകം ധ്യാന സെൻ്ററുകൾ വളർന്നു വന്നതും വരദാനമുള്ള അന്മായരും സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ ഉണ്ടായതും എന്ന് നമുക്കറിയാം. അന്നവർ സുവിശേഷ ത്യാഗമുള്ളവരായിരുന്നു. ഉപവാസവും ജാഗരണ പ്രാർത്ഥനയും കൂട്ടായ്മയും സ്ഥാനമാനങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പേരും പ്രശസ്തിയും ആഗ്രഹിച്ചിരുന്നില്ല. അന്ന് മീഡിയകൾ ഇത്ര വളർന്നിരുന്നില്ല. മീഡിയകളിലൊന്നും അവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. 8-10 പേർ ആഴ്ചയിൽ ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. വലിയ ദാഹത്തോടെ ആയിരുന്നു ആ കൂട്ടായ്മയിലേക്ക് പലരും വന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ഒരുക്കത്തോടു കൂടിയായിരുന്നു എല്ലാവരും പങ്കെടുത്തിരുന്നത്. വന്നുകൂടുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങളും ബോധ്യങ്ങളും ലഭിച്ചിരുന്നവരായിരുന്നതിനാൽ അനുതാപമില്ലാത്ത പാവവുമായി അവിടെ വന്നിരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. പരസ്പരം വിശേഷം ചോദിച്ചറിയുന്നതിനു പകരം പരിശുദ്ധാത്മാവിനോട് യാചിച്ച് സഹോദരൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. തോമസെ, ആടു പ്രസവിച്ചല്ലേ, 3 കുഞ്ഞുങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഈശോ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തിരുന്നു. ബെന്നി, കിണറിൻ്റെ വക്ക് കെട്ടി മറയ്ക്കാൻ ഈശോ പറയുന്നു, കൊച്ചു പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ എൻ്റെ കർത്താവേ, ഞാൻ മറന്നു, ഒത്തിരി നന്ദി യേശുവേ എന്ന് പറഞ്ഞ് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചിരുന്നു. ജോസിയേട്ടൻ, കുറച്ച് കാശ് കരുതി വയ്ക്കണം, ഹോസ്പിറ്റലിലെ ബെഡ് കാണിക്കുന്നു, നമുക്ക് തമ്പുരാനോട് ഹോസ്പിറ്റലിൽ എത്തിക്കാതെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം, ഭയപ്പെടേണ്ട കേട്ടോ എന്ന് ആശ്വസിപ്പിക്കുകയും ഒരു മനസ്സോടെ രോഗത്തിൽ നിന്ന് വരാൻ പോകുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ആ ഭവനത്തിലുള്ളവർക്കും അദ്ദേഹത്തിനും വിടുതൽ നൽകണമേ എന്ന് ദൈവത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന കാലം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കരുണയോടെ അനുകമ്പയോടെ അവിടുന്ന് ഓടിയെത്തിയിരുന്നു. ഇന്ന്
അതുപോലെയുള്ള കൂട്ടായ്മകൾ എവിടെയെങ്കിലും ബാക്കിയായിട്ടുണ്ടോ എന്ന് അറിയില്ല. ധ്യാനങ്ങളിലെ രോഗശാന്തിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഒരു ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ ശക്തിയായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയിലും അഭിഷേകത്തിലും ദാഹത്തിലും എളിമയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗവാക്കായതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിച്ച് പങ്കുവയ്ക്കുന്നത്. ഇത്ര ശക്തമായ അഭിഷേകമുള്ള വരദാനമുള്ളവരെ ഈ കാലയളവിൽ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് എന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഓർമ്മകളിലേക്ക് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് അയച്ച് നമ്മളെ നിത്യതയ്ക്ക് യോഗ്യമാക്കാനാണ്. എന്നാൽ ചില പാപങ്ങൾ നമ്മളിൽ മോചിക്കപ്പെടാറില്ല. ഏറ്റു പറയാറുണ്ടെങ്കിലും അത് അവരിൽ തന്നെ തുടരുന്നു. പലരുടെയും സങ്കടമാണിത്. പാപങ്ങൾ ഏറ്റു പറയാറുണ്ട്, അതിനുവേണ്ടി ഉപവസിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ പാപം എന്നിൽ തുടരുന്നു. എനിക്കതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനി എന്നിൽ അവശേഷിക്കരുതെന്ന് ഹൃദയം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല. ഒരു കുറ്റബോധം കൊണ്ട് അധരങ്ങൾ പുലമ്പുന്ന ഒരവസ്ഥ, പാപത്തെ രഹസ്യമായി ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരവസ്ഥ, ഇതാണ് ഇതിന് കാരണം. ഇത് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുന്നു. തനിക്ക് തന്നെയും മറ്റുള്ളവർക്കും മുറിവുകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്ന പാപങ്ങളുണ്ട്. വെറുപ്പ്, വാശി, വൈരാഗ്യം, പകപോക്കൽ, അഹങ്കാരം, മാത്സര്യം, സാമ്പത്തിക തർക്കങ്ങൾ, ഇതെല്ലാം ഇതിൽപ്പെടുന്നു. ഇത് മറ്റുള്ളവരുടെ ഹൃദയത്തെയും അസ്വസ്ഥമാക്കുന്നു, ഭാരപ്പെടുത്തുന്നു, ആത്മീയ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു, ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്നു. ഇത് പലപ്പോഴും കുംസാരക്കൂട്ടിൽ ഏറ്റുപറയാറുണ്ടെങ്കിലും തിരുത്താൻ തയ്യാറാകാത്തതുകൊണ്ടും ആഴത്തിൽ അതിനെക്കുറിച്ച് അനുദപിക്കാത്തതുകൊണ്ടും തൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ അസ്വസ്ഥമാക്കുവാണ്, മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് സ്വമേധയാ മനസ്സിലാക്കാത്തതുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം തന്നിൽ സംശയിക്കുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും അതെൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണെന്നും അതെന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുവെന്നും എൻ്റെ സഹായകനാകാൻ ദൈവം അയച്ചതാണെന്നും അറിയാതെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും മാത്രം മാനുഷികമായി ജീവിക്കുമ്പോഴാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും അത് വീണ്ടും നമ്മിൽ തന്നെ തുടരുന്നത്. എന്നെ ഉറ്റുനോക്കുന്ന ഒരു ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്നും എൻ്റെ എല്ലാ ചിന്തകളും മുറുമുറുപ്പ് പോലും ഈ ആത്മാവ് അറിയുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ മനുഷ്യന് അവൻ്റെ മോശമായ ചെയ്തികൾ തുടരാൻ കഴിയുകയില്ല. എന്നാൽ തന്നേക്കാൾ കൂടുതൽ വേദനയും കണ്ണീരും ഒറ്റപ്പെടലും നിരാശയും അനുഭവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ അയൽക്കാർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുവെന്ന് അൾത്താരയിലിരുന്ന് ദൈവം നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ആദ്യകാല കൂട്ടായ്മയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അത്രമേൽ കടന്നു വരാനുള്ള കാരണം മനുഷ്യൻ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്നു, അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു, അവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായി കരുതിയിരുന്നു. കഠിനമായി അധ്വാനിച്ച് തനിക്ക് കിട്ടുന്ന ഓഹരി കൊണ്ട് അവരുടെ വേദന മാറ്റാൻ അവൻ നിഷ്കളങ്ക മനസ്സോടെ അവരെ സമീപിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ സമ്പത്തിന് വേണ്ടി മാത്രം ദാഹിക്കുന്നു. ഇത് നമ്മൾ ബലിയർപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കർത്താവിന് സ്വീകാര്യമാണോ എന്ന് തിരുവചനം വച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 73:6 ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടു, അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. കാരണം അവർക്ക് വേദനകളില്ല, ശരീരം തിന്നു തടിച്ച് കൊഴുത്തിരിക്കുന്നു. മറ്റുള്ളവരെ പോലെ കഷ്ടതകളുമില്ല, രോഗങ്ങളുമില്ല. അവർ ദൈവത്തെ ആകാശത്തേക്ക് നോക്കി ദൂഷണം പറയുന്നു, ജനം അവരെ നോക്കി പ്രശംസിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 57:20 ഇങ്ങനെ പറയുന്നു, ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ, ദൈവം അവരെ തൂത്തെറിയും, എത്ര വേഗം അതിർമകൾ നശിച്ചു പോകും. ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ അവസാനമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി പോയി എന്ന് എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും പീഡിക്കപ്പെടുന്നു, ഇല്ലായ്മയും വല്ലായ്മയും എന്നെ തളർത്തുന്നു. സങ്കീർത്തകൻ ഇങ്ങനെ വിലപിച്ചു. ഒരുപക്ഷെ നമ്മുടെ ഹൃദയവും ഇങ്ങനെ വിലപിച്ചിരിക്കാം ചുറ്റുപാടുകളെ നോക്കി. പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ തനിക്ക് ഉപകാരമില്ലാത്ത തൻ്റെ മക്കളെ കൊന്നുകളയാറില്ല. എന്നെങ്കിലും മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ദൈവവും അങ്ങനെ തന്നെയല്ലേ? അവർ തൻ്റെ വചനം ശ്രവിക്കണമെന്നും തൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമെന്നും ദൈവം ക്ഷമയോടെ
കാത്തിരിക്കുന്നു. അന്ധകാരം നാൾക്കുനാൾ ഭൂമുഖം കീഴടക്കുന്ന ഈ സമയങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കുകയും നമ്മുടെ ഉള്ളിലെ വെളിച്ചം ഇരുളിൽ പ്രകാശമാകാൻ, അനേകം ഹൃദയങ്ങളിലെ ഇരുൾ മാറ്റാൻ ഉപകാരപ്പെടുത്തുകയും അതിനുവേണ്ടി ദൈവത്തോട് ദാഹിക്കുകയും ചെയ്യാം. ബലിയിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ്. ദൈവം ആത്മാവിനെ നൽകി തിരഞ്ഞെടുത്ത ജനതയിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. അതിനായി ദൈവം നമ്മുടെ ഹൃദയത്തെ ഒരുക്കട്ടെ എന്നും നമുക്ക് കാഴ്ച നൽകട്ടെ എന്നും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.